അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് DNA റിപ്പയർ മെക്കാനിസമാണ്. അതിൽ DNA റിപ്പയർ എന്നാൽ എന്താണ്, DNA ഡാമേജ് എന്താണ്, DNA ഡാമേജും അതിന് DNA ഡാമേജ് എഫക്റ്റ് ചെയ്യുന്ന DNA ഡാമേജ് ഉണ്ടാവാനുള്ള കുറച്ച് കാരണങ്ങൾ, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ DNA ഡാമേജും നമ്മുടെ ഏജിങ്ങും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത്. ആൻഡ് DNA റിപ്പയർ മെക്കാനിസത്തിനെ കുറിച്ച്, അതിൻ്റെ റിപ്പയർ മെക്കാനിസത്തിനെ കുറിച്ച് അഞ്ജിത ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സ്ലൈഡ്സ് അപ്പോൾ മെയിൻലി DNA എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പോസ്ഡ് ഓഫ് DNAക്ക് 3 കമ്പോണൻസ് ഉള്ളത്: പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. DNA ഡിറ്റർമൈൻസ് ദ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഫങ്ഷൻ ആൻഡ് റിപ്രൊഡക്ഷൻ ഇൻ ലിവിങ് ബീയിങ്സ്. DNAക്ക് 2 സ്ട്രാൻഡ്സ് ഉള്ളത്. അത് കോയിൽ ചെയ്തിട്ട് ഡബിൾ ഹെലിക്സ് മോഡലിലാണ് കാണുന്നത്. ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം മോണോമർ യൂണിറ്റ്സ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മോണോമർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് പോളിന്യൂക്ലിയോടൈഡ്സ് നല്ലൊരു സ്ട്രക്ചറാണ്. അത് ഹെലിക്കലി കോയിൽഡ് ചെയ്തിട്ടാണ് DNA കാണുന്നത്. DNA is the basic unit of inheritance, is an intrinsically reacting molecule and is highly susceptible to chemical modifications by endogenous and exogenous agents. ഈ എൻഡോജീനസ് ആൻഡ് എക്സോജീനസ് ഏജൻസ് എന്താണെന്ന് പിന്നീട് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. The DNA polymerase is engaged in DNA replication and repair makes mistakes, thereby burdening cells with potentially disadvantageous mutation. അതായത് DNA റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ എൻഗേജ്ഡ് ആയിട്ടുള്ള DNA പോളിമറേസസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചിലപ്പോൾ അറിയാതെ തന്നെ സീക്വൻസിങ് ചെയ്തു പോകുന്നതിൽ ചിലത് മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ആയിട്ട് ചിലപ്പോൾ മാറാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് കണ്ടീഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽസ് തന്നെ കുറച്ച് ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് നമ്മുടെ സെൽസ് തന്നെ ചെയ്യുന്നുണ്ട്. ഒരു മെക്കാനിസം ഉണ്ട്. അതെന്ന് പറയുന്നത് സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട് ആൻഡ് സെൽ ഡെത്ത് പാത്ത് വേസ്. ഇങ്ങനെ കുറച്ച് മെക്കാനിസം നമ്മുടെ സെൽസിനുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ DNA പോളിമറേസ് നടത്തുന്ന മിസ്റ്റേക്സ്, എന്തെങ്കിലും അവിടെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു നമ്മുടെ സെൽസിന് തന്നെ ഓൾറെഡി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഇനി DNA റിപ്പയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, DNA റിപ്പയർ ഇസ് എ കളക്ഷൻ ഓഫ് പ്രോസസ് ബൈ വിച്ച് ഒരു സെല്ല് എന്ത് ചെയ്യുന്നു, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഒരു സെല്ല് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു, ഡാമേജിനോട് റെസ്പോൺസ് ചെയ്യുന്നു, DNA മോളിക്യൂൾസിൻ്റെ ഡാമേജിനോട് റെസ്പോൺസ് ചെയ്യുന്നു. ഇതാണ് DNA റിപ്പയർ എന്ന് പറയുന്നത്. ഹ്യൂമൻ സെൽസിൽ, നമ്മുടെ മനുഷ്യൻ്റെ സെൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഹ്യൂമൻ സെൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നോർമലായിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് സച്ച് ആസ് UV ലൈറ്റ് ആൻഡ് റേഡിയേഷൻ ക്യാൻ കോസ് DNA ഡാമേജ്, റിസൾട്ടിങ് ഇൻ ആസ് മെനി ആസ് 1 million ഇൻഡിവിജ്വൽ മോളിക്യൂൾ ലെഷൻസ് പെർ സെൽ പെർ ഡേ. അതായത് ഒരു സെല്ലിൽ 1 million ഇൻഡിവിജ്വൽ മോളിക്യൂൾ ലെഷൻസ് ഉണ്ടാവുന്നുണ്ട്. DNA ഡാമേജ് ഉണ്ടാവുന്നുണ്ട്. DNA ഡാമേജ് ഉണ്ടാവാനുള്ള കോസ് കാരണം നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഒക്കെ വല്ലാതെ DNA ഡാമേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ലെഷൻസ് എന്ന് പറഞ്ഞാൽ, DNA ലെഷൻസ് എന്ന് പറയുന്നത് ദേ ആർ ദ സൈറ്റ്സ് ഓഫ് ഡാമേജ് ഇൻ ദ ബേസ് പെയറിംഗ് ഓർ ദ സ്ട്രക്ചർ ഓഫ് DNAയിൽ ഉണ്ടാവുന്ന ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള സൈറ്റിനെയാണ് നമ്മൾ ലെഷൻസ് എന്ന് പറയുന്നത്, DNA ലെഷൻസ് എന്ന് പറയുന്നത്. So these lesions can cause structural damage to the DNA molecule and can alter or eliminate the cell's ability to transcribe the gene that the affected DNA encodes. അതായത് ഇത്തരത്തിലുള്ള ലെഷൻസ് ഉണ്ടാകുമ്പോൾ അതെന്താണ്, ഒരു DNA മോളിക്യൂളിന് അതിൻ്റെ സ്ട്രക്ചറിന് തന്നെ, ആ ഒരു DNA മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിന് തന്നെ ബാധിക്കും. അതെന്തിനു കാരണമാവും? ഒരു സെല്ലിൻ്റെ, അതായത് അതിൻ്റെ ജീൻ ഉണ്ടാവുന്ന ആ ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന അതിൻ്റെ പ്രോട്ടീൻ്റെ ചിലപ്പോൾ ഡിഫറൻസ് അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ആവുക, അങ്ങനെയുള്ള വ്യത്യാസം അവിടെ വരും. ഡിഫക്റ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വരിക. അപ്പോൾ മാത്രമല്ല അതർ റിലേഷൻസ് ഇൻഡ്യൂസ് പൊട്ടൻഷ്യലി ഹാർംഫുൾ മ്യൂട്ടേഷൻസ് ഉണ്ട്. ചില ഇത് വരുന്ന, അതായത് ലെഷൻസ് നിന്ന് മ്യൂട്ടേഷൻസ് ഉണ്ടാകും സെല്ലിൽ, അത് മ്യൂട്ടേഷൻ ഉണ്ടാക്കും.
and which affects the survival of its daughter cells after its undergo മൈറ്റോസിസ് നടന്നു കഴിയുമ്പോൾ അവരുടെ ഡോട്ടർ സെൽസിന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും, ഹാംഫുൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ. സോ അവരെന്ത് ചെയ്യും, നോർമലി ഡോട്ടർ സെൽസ് ഡൈ ആവും. അങ്ങനെ അപ്പോപ്റ്റോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ പോലെയാണ് ഏകദേശം. വെൻ നോർമൽ റിപ്പയർ പ്രോസസ് നോർമലായിട്ടുള്ള റിപ്പയർ പ്രോസസ്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ സെല്ലുലാർ അപ്പോപ്റ്റോസിസ് നടക്കില്ല. അപ്പോൾ അവിടെ ഇറിപ്പയറബിൾ ആയിട്ടുള്ള DNA ഉണ്ട്, അവിടെ DNA ഡാമേജ്ഡ് ആയിട്ടുള്ളത് ഉണ്ട്. മേ ഒക്കർ ഇൻക്ലൂഡിങ് ഡബിൾ സ്ട്രാൻഡഡ് ബ്രേക്സ് ആൻഡ് DNA ക്രോസ് ലിങ്കേജസ് ഇവൻച്വലി ലീഡ്സ് ടു മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഓർ ക്യാൻസേഴ്സ്. അതായത് ഇത്രയേ ഉള്ളൂ. നോർമൽ റിപ്പയർ പ്രോസസ്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നില്ല, അപ്പോപ്റ്റോസിസ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറിപ്പയറബിൾ ആയിട്ടുള്ള DNA അവിടെ തന്നെ ഉണ്ടാവും, ഡാമേജ്ഡ് ആയിട്ടുള്ള DNA അവിടെ തന്നെ ഉണ്ടാവും. ഇറ്റ് ലീഡ്സ് ടു മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഓർ ക്യാൻസർ. ഇനി അതിൻ്റെ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ, അതായത് ഫാക്ടേഴ്സ് അല്ല, റേറ്റ് ഓഫ് DNA റിപ്പയർ ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ മെനി ഫാക്ടേഴ്സ്. അതായത് എങ്ങനെയാണ്, അതായത് റേറ്റ് DNA റിപ്പയർ റേറ്റ് എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഒന്ന് സെൽ ടൈപ്പ്, സെല്ലിൻ്റെ ടൈപ്പ് വെച്ച്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ ദ ഏജ് ഓഫ് ദ സെൽ. തേർഡ് വൺ എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെൻറ്റ്, സെല്ലിന് പുറത്തുള്ള എൻവയോൺമെൻറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും സെൽ. അപ്പോൾ ഈ ഒരു 3 ഫാക്ടേഴ്സാണ് എന്തിനെ, DNA റിപ്പയറിൻ്റെ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. A cell that has accumulated large amount of DNA damage or one that no longer effectively repairs damage incurred to its DNA can enter one of 3 possible states. അതായത് ഒരു സെല്ല് എന്തെടുക്കണം, അതിൽ ലാർജ് എമൗണ്ട് ഓഫ് DNA ഡാമേജ് നടക്കുകയാണ്, അല്ലെങ്കിൽ അത് എഫക്റ്റീവ്ലി അത് റിപ്പയർ ആവുന്നില്ല എങ്കിൽ, DNA റിപ്പയർ ആവുന്നില്ല എങ്കിൽ അത് എന്തിലേക്ക് പോവാം, ഒരു 3 സിറ്റുവേഷൻസിലേക്ക്, ഒരു പോസിബിൾ സ്റ്റേറ്റ്സിലേക്ക് അത് മൂവ് ചെയ്യാം. നമ്മുടെ പൊസിഷൻ, നമ്മുടെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ സ്റ്റേറ്റ് ഓഫ് ഡോർമൻസി, അതായത് സെനസൻസ്, പെട്ടെന്ന് തന്നെ എന്താവുക, ഏജ് ആവുക എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോകും. ദെൻ സെൽ സൂയിസൈഡ്, ഓൾസോ നോൺ ആസ് അപ്പോപ്റ്റോസിസ് ഓർ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. അപ്പോൾ സെൽ എന്ത് ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക, സെൽ അപ്പോപ്റ്റോസിസ് കൂടുതലായിരിക്കും. ആൻഡ് അൺറെഗുലേറ്റഡ് സെൽ ഡിവിഷൻ which can lead to the formation of a tumor, that is cancer. സെൽ എന്തായിരിക്കും, അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻസ് നടന്നു കഴിയുമ്പോൾ that is leads to the formation of tumor, ക്യാൻസറിന് കാരണമാവുന്നു. അങ്ങനെയാണ് 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് DNA റിപ്പയറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടർ ഉണ്ട്. സെൽ ടൈപ്പ്, ഏജ് ഓഫ് ദി സെൽ, എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെൻറ്റ്. DNA ഡാമേജ്ഡ് ആയത് എന്തായിരുന്നില്ല, റിപ്പയർ ആവുന്നില്ല എങ്കിൽ സെനസൻസ്, അപ്പോപ്റ്റോസിസ് ആൻഡ് ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം എന്നാണ് പറയുന്നത്. DNA repairability of a cell is vital to the integrity of its genome and thus to the normal functionality of that ഓർഗാനിസം. അതായത് ഇത്രയേ ഉള്ളൂ. മെയിൻലി DNA റിപ്പയറബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ആ ഒരു ജീനോമിൻ്റെ സ്പെസിഫിക് ആയിട്ട്, അതായത് ആ ഒരു സീക്വൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഒരു ഓർഗാനിസത്തിൻ്റെ നോർമൽ ഫങ്ഷനിങ് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ പ്രൊട്ടക്റ്റീവ് പ്രോസസ് ബ്ലോക്കിംഗ് ദ എൻട്രി ഓഫ് സെൽസ് ഇൻ ടു കാർസിനോജനസ്. ക്യാൻസറസ് ആവാനുള്ള സാധ്യത മാക്സിമം കുറയ്ക്കലാണ് ഈ DNA റിപ്പയർ മെക്കാനിസം ചെയ്യുന്നത്. ഒരു പ്രൊട്ടക്റ്റീവ് പ്രോസസ്സായിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് DNA ഡാമേജ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു DNA ഡാമേജ് ഉണ്ടായി കഴിയുമ്പോഴാണ് റിപ്പയർ ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അപ്പോൾ DNA ഡാമേജ് ഉണ്ടാവുന്നത്? DNA damage is a change in the basic structure of DNA that is not itself replicated when the DNA is replicated. അതായത് DNA ഉണ്ടാവുന്ന ബേസിക് സ്ട്രക്ചർ ചേഞ്ച് തന്നെയാണ്, പക്ഷെ അതെന്തല്ല, അതിന് സ്വയം ഇറ്റ്സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് നോട്ട് ഇറ്റ്സെൽഫ് റെപ്ലിക്കേറ്റഡ്. DNA റെപ്ലിക്കേറ്റ് ആവുമ്പോൾ അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. DNA damage is a change in the basic structure of DNA that is not self-replicated when the DNA is replicated. Mainly, DNA damage നടക്കുന്നത് by spontaneous cleavage of chemical bonds in DNA. DNAയിലുള്ള കെമിക്കൽ ബോൺസ് പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് ക്ലീവഡ് ആയിട്ട് പോവുക. അങ്ങനെ വരുമ്പോഴാണ്
DNA ഡാമേജ് നടക്കുന്നത് മെയിൻലി UV ലൈറ്റ്, അയണൈസിങ് റേഡിയേഷൻ ആൻഡ് ബൈ റിയാക്ഷൻ വിത്ത് ജീനോടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് നടക്കുന്നുണ്ടാവുക, ദാറ്റ് ആ ബൈ പ്രൊഡക്ട്സ് നോർമൽ സെല്ലുലാർ മെറ്റബോളിസത്തിന് തന്നെ ഉണ്ടാകുന്ന ജീനോടോക്സിക് കെമിക്കൽസ് ആയിരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു സ്പോണ്ടേനിയസ് ക്ലീവേജിന് കാരണമാവുന്നതെന്ന് പറയാം. Then DNA damage can be a chemical addition or destruction to a base of DNA or break in one or both chains of the DNA strands. അപ്പോൾ DNA ഡാമേജ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അത് അഡീഷൻ ആവാം, കെമിക്കലായിട്ടുള്ള, അതായത് ഒരു ബേസിനെ ആഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ബേസിനെ ഡിസ്ട്രക്ട് ചെയ്യപ്പെടുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ചെയിൻസ് എന്താവാം, നഷ്ടപ്പെടുന്നതും ആവാം. ഇതാണ് മെയിൻലി DNA ഡാമേജ് എന്ന് പറയുന്നത്. The majority of DNA damage affects the primary structure of the double helix. ഡബിൾ ഹെലിക്സിൻ്റെ പ്രൈമറി സ്ട്രക്ചറിനെയാണ് ശരിക്ക് ഈ DNA ഡാമേജ് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. ഇനി when DNA carrying a damaged base is replicated, ഡാമേജ്ഡ് ബേസ് ഉള്ള ഒരു DNA ആണ് റെപ്ലിക്കേറ്റഡ് ആവുന്നത് എങ്കിൽ an incorrect base can be inserted opposite to the site of the damaged base in the complementary strand. അതായത് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഉണ്ടാവുമ്പോൾ റെപ്ലിക്കേറ്റ്, അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള DNA ആണ് ഡാമേജ്ഡ് ബേസ്, DNAയിലുള്ള ഡാമേജ്ഡ് ബേസ് റെപ്ലിക്കേറ്റ് ആയി എന്ന് വെച്ചോ. അതായത് DNA ക്യാരിങ് ഡാമേജ്ഡ് ബേസ് ഉള്ള ഒരു DNA ആണ് റെപ്ലിക്കേറ്റഡ് ആവുന്നത് എങ്കിൽ അതെന്ത് നടക്കും, an incorrect ബേസ് ക്യാൻ ബി, അതിന് അതായത് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഉണ്ടാവുന്നതിൽ ഈ ഒരു ഡാമേജ്ഡ് ബേസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള ബേസ് ആയിരിക്കും അവിടെ ഇൻസേർട്ട് ചെയ്യപ്പെടുക. ആൻഡ് ദിസ് ബിക്കം എ മ്യൂട്ടേഷൻ. അതെന്തായി മാറും, അതൊരു മ്യൂട്ടേഷൻ ആവും ഇൻ ദ നെക്സ്റ്റ് റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ. അടുത്ത റൗണ്ട് ഓഫ് റെപ്ലിക്കേഷൻ അതെന്തായിട്ട് മാറും, അതൊരു മ്യൂട്ടേഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ DNA carrying a damaged base is replicated and incorrect base can be inserted opposite to the sites of the damaged base in the complementary strand become an mutation in the next round of replication. DNA damage occur in both replicating proliferative cells. റെപ്ലിക്കേറ്റീവിലും പ്രോലിഫറേറ്റീവ് സെൽസിലും എന്ത് നടക്കുന്നുണ്ട്, DNA ഡാമേജ് നടക്കുന്നുണ്ട്. പ്രോലിഫറേറ്റീവ് സെൽസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻലി എക്സാമ്പിൾ ദോസ് ഫോമിങ് ദ ഇന്റേണൽ ലൈനിങ് ഓഫ് ദ കോളൻ ഓർ ദ ബ്ലഡ് ഫോമിങ് ഹെമറ്റോപോയറ്റിക് സെൽസ് ഒക്കെയാണ് വരുന്നത്. ആൻഡ് ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള നോൺ ഡിവൈഡിങ് സെൽസിലും എന്ത് വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള നമ്മൾ DNA ഡാമേജ് കാണുന്നുണ്ട്. ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ ഓർ മയോസൈറ്റ്സ് ഇൻ മസിൽസ്. Then cancer occur primarily in proliferative tissues. ക്യാൻസർ ശരിക്കും വരുന്നത് പ്രോലിഫറേറ്റീവ് ടിഷ്യൂസിലാണ്. ഇന്റേണൽ ലൈനിങ് ഓഫ് ദ കോളൻ ഓർ ദ ബ്ലഡ് ഫോമിങ് ഹെമറ്റോപോയറ്റിക് സെൽസ്, അങ്ങനെയുള്ള അത്തരത്തിലുള്ള സെല്ലുകളിലായിരിക്കും ക്യാൻസർ വരിക. ഇഫ് DNA ഡാമേജ് ഇൻ പ്രോലിഫറേറ്റിംഗ് സെൽസ് ആർ നോട്ട് റിപ്പയർഡ് ഡ്യൂ ടു inadequate expression of DNA repair genes, this increase the risk of cancer. അതായത് ഇപ്പോൾ DNA ഡാമേജ് എന്തിലാണ് വന്നത്, പ്രോലിഫറേറ്റീവ് സെൽസിലാണ് വന്നതെങ്കിൽ അവിടെ DNA റിപ്പയർ ജീൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരുവും കൂടെ ആണെങ്കിൽ, നേരാവണ്ണം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ക്യാൻസർ ഏറ്റവും കൂടുതലായിട്ട് വരാനുള്ള റിസ്ക് അവിടെയാണുള്ളത്. when DNA damages occur in non-proliferating cells, ഇതിപ്പോൾ പ്രോലിഫറേറ്റിംഗ് സെൽസിലാവുമ്പോൾ അവിടെ എന്ത് വരാം, ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പ്രോലിഫറേറ്റിംഗ് സെൽസ് അല്ല, നമ്മുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ മയോസൈറ്റ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ and are not repaired due to inadequate expression of a DNA repair gene, ഡാമേജസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്താ നടക്കുന്നത് വെച്ചാൽ പ്രിമേച്ചർ ആയിട്ടുള്ള ഏജിങ് ആണ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി DNA ഡാമേജ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ 2 മെയിൻ ഏജൻസ്. രണ്ട് ഏജൻസ് ഉള്ളത്, ഒന്നാമത്തെ എൻഡോജീനസ് സെല്ലുലാർ പ്രോസസ്സസ് ആൻഡ് സെക്കൻഡ് വൺ ദാറ്റ് ഈസ് എക്സോജീനസ് ഏജൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പിക്ചേഴ്സാണ്, ബ്രീഫായിട്ടുള്ള പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. DNA ഡാമേജ് എന്ന് പറയുന്നത് എക്സോജീനസ് ആൻഡ് എൻഡോജീനസ് സോഴ്സിൽ നിന്നാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ DNA ഡാമേജ് ടു സെൽസ് വിത്ത് പ്രോലിഫറേറ്റീവ് കപ്പാസിറ്റി ഉള്ളത്, മറ്റേത് പ്രിനോമിനേറ്റ്ലി നോൺ ഡിവൈഡിങ് സെൽസിൽ വരുന്നത്. ഇതെങ്ങനെ നടക്കുന്നു, അതായത് DNA റിപ്പയറിങ് നടക്കുന്നു, സെൽ ഡെത്ത് നടക്കുന്നു, അങ്ങനെ ഒരു
പോർഷൻ ആണെന്ന് നോക്കിയാൽ മതി. അതായത് ക്യാൻസർ വരുന്നതും ഏജിങ് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു ടോട്ടൽ DNA ഡാമേജിൻ്റെ ഒരു ഇതാണ്. എന്തൊക്കെ ഈ സെല്ലുലാർ മെറ്റബോളിസം, UV ലൈറ്റ്, അയണൈസിങ് റേഡിയേഷൻ, കെമിക്കൽ എക്സ്പോഷർ, റെപ്ലിക്കേഷൻ എറേഴ്സ് എന്ന് പറയുന്നത് DNA ഡാമേജിൻ്റെ ഫാക്ടേഴ്സാണ്. എങ്ങനെയൊക്കെ DNA ഡാമേജ് വരാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു DNA ഡാമേജിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയർ മെക്കാനിസമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് സെൽ സൈക്കിൾ ചെക്ക് പോയിന്റ് ആക്ടിവേഷൻ, റിപ്പയർ മെക്കാനിസം, ഡയറക്റ്റ് റിവേഴ്സൽ, അങ്ങനെ ഒരുപാട് മെക്കാനിസം ഉണ്ട്. ട്രാൻസ്ക്രിപ്ഷണൽ പ്രോഗ്രാം ആക്ടിവേഷൻ, അപ്പോപ്ടോസിസ്, ഇതൊക്കെ. ഇനി ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ഇൻ പ്രിവെൻറ്റിംഗ് മ്യൂട്ടേഷൻ ഇസ് DNA പോളിമറൈസ് ഇറ്റ് സെൽഫ്. ആദ്യം മെയിൻലി DNA പോളിമറൈസ് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് DNA പോളിമറൈസസ് എന്ത് ചെയ്യും, ടെംപ്ലേറ്റ് DNAയിലൂടെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ടോട്ടൽ സ്ട്രാൻഡിൻ്റെ 3' എൻഡിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇനി ഇക്കോളയുടെ DNA പോളിമറൈസസ് എടുക്കുമ്പോൾ, ഫോർ ഇൻസ്റ്റൻസ്, ഇൻട്രൊഡ്യൂസ് അബൌട്ട് 1 ഇൻകറക്റ്റ് ന്യൂക്ലിയോടൈഡ്, അതായത് ഒരു ഇൻകറക്റ്റ് ന്യൂക്ലിയോടൈഡ് എത്രയാണ്, 10⁴ പോളിമറൈസ്ഡ് ന്യൂക്ലിയോടൈഡ്സിനിടയിൽ ഒരു പോസിബിലിറ്റിയാണ് അവിടെ പറയുന്നത്. ഡാമേജ് ഉണ്ടാവില്ല. 10⁴ പോളിമറൈസ്ഡ് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടെങ്കിൽ ഒരു ഇൻകറക്റ്റ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബാക്ടീരിയൽ സെൽസിൽ is much lower, about 1 mistake in 10⁹, remarkable accuracy. ബാക്ടീരിയൽ സെൽസിലാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഈ ഒരു അക്യൂറസി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി എൻഡോജീനസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു എൻഡോജീനസ് ആയിട്ടും എക്സോജീനസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻഡോജീനസ് എന്താണെന്ന് വെച്ചാൽ, എൻഡോജീനസ് സെല്ലുലാർ പ്രോസസ്സസ് ഇൻക്ലൂഡ് ഓക്സിഡേഷൻ, മെയിൻലി അവരുടെ നൈട്രജൻ ബേസസിൻ്റെ ഓക്സിഡേഷൻ നടക്കുക, ജനറേഷൻ ഓഫ് DNA സ്ട്രാൻഡ്, ഇൻട്രപ്ഷൻസ് ഫ്രം റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആയിട്ട് ഓക്സിഡേഷൻ തന്നെയാണ് നടക്കുന്നത്. ബേസസിൻ്റെ ആൽക്കൈലേഷൻ, ഓക്സിഡേഷൻ, ഹൈഡ്രോളിസിസ്, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, എൻഡോജീനസ് ആയിട്ടുള്ള, അതായത് ജീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസങ്ങളാണ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാവുന്ന ബോണ്ട് ബ്രേക്കിംഗ് ആണ് മെയിൻലി പറയുന്നത്. ഇനി അതിൽ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ബൈ ഹൈഡ്രോളിസിസ്, ദ കോവാലന്റ് സ്ട്രക്ചർ ഓഫ് DNA ഈസ് അൺസ്റ്റേബിൾ ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷനിൽ DNAയുടെ കോവാലന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ നോക്കും, ഇറ്റ് ടെൻസ് ടു ഹൈഡ്രോലൈസ് ടു ഇറ്റ്സ് മോണോമറിക് കമ്പോണൻറ്റ്സ് ആൻഡ് ദേ ദംസെൽസ് ആർ സബ്ജക്ട് ടു വേരിയസ് ഹൈഡ്രോളിറ്റിക് റിയാക്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹൈഡ്രോളിസിസ്. അക്വസ് സൊല്യൂഷനിൽ DNA സ്ട്രാൻഡ്, നമ്മുടെ DNA എന്ന് പറയുന്നത് കോവാലന്റ് സ്ട്രക്ചർ, DNAയുടെ കോവാലന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർ ഹൈഡ്രോലൈസ് ചെയ്തിട്ട് മോണോമറിക് കമ്പോണൻസ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് ആയിട്ട് മാറാൻ നോക്കും. A single base transformation within a DNA molecule may be sufficient to cause a mutation or inactivate the DNA. ഒരു സിംഗിൾ ബേസ് ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ പോലും എന്ത് സംഭവിക്കും, മ്യൂട്ടേഷൻ നടക്കുക, അല്ലെങ്കിൽ ആ ഒരു DNA തന്നെ കംപ്ലീറ്റ്ലി ഇനാക്ടിവേറ്റ് ആവും. The phosphodiester bond and N-glycosyl bond cleavage occurs due to hydrolysis. ഇങ്ങനെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകും നമ്മുടെ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടും N-glycosyl ബോണ്ടും എന്ത് നടക്കും, ക്ലീവഡ് ആയിട്ട് പോകും. അപ്പം അങ്ങനെയാണ് അവിടെ സ്ട്രക്ചറൽ ഡിഫറൻസ് വരുന്നത്. ഇനി ഹൈഡ്രോളിസിസ് 3 തരത്തിലുണ്ട്. നമ്മൾ 3 തരത്തിലുണ്ട്, അതായത് 3 സ്റ്റെപ്സ് ആണ്. ഡിഅമിനേഷൻ ആൻഡ് ഡീപ്യൂരിനേഷൻ ആൻഡ് ഡീപിരമിഡിനേഷൻ. ഇങ്ങനെ 3 പ്രോസസ്സാണ് ഉള്ളത്. അപ്പോൾ ഡിഅമിനേഷൻ എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് ആൻ അമിനോ ഗ്രൂപ്പ് ഫ്രം എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ നിന്ന് അതിൻ്റെ അമിനോ ഗ്രൂപ്പ് റിമൂവ് ആയി പോവുകയാണ്. ദ എൻസൈംസ് ദാറ്റ് കാറ്റലൈസ് ദ റിയാക്ഷൻ ആർ ഡിഅമിനേസസ്. ഡിഅമിനേസസ് എൻസൈം ആയിരിക്കും ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നുണ്ടാവുക. In case of excess protein intake, deamination is used to break down amino acids for energy. ഒരുപാട് എക്സസ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് വരുന്ന സമയത്ത് ഡിഅമിനേഷൻ എന്തിനാണുള്ള, അമിനോ ആസിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ഉള്ളത്. സ്പോണ്ടേനിയസ് ഡിഅമിനേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ഓഫ് സൈറ്റോസിൻ ഇൻറ്റു യുറാസിൽ. ഹൈഡ്രോളിസിസ് നടക്കുന്നതിൽ അപ്പോൾ എന്താണ്, സൈറ്റോസിൻ യുറാസിലായി മാറുന്നു. അമോണിയ, ആ ഒരു പ്രോസസ്സിൽ അമോണിയയെ എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ദിസ് ക്യാൻ ഒക്കർ ഇൻ വിട്രോ ത്രൂ ദ യൂസ് ഓഫ് ബൈസൾഫൈഡ് വിച്ച് ഡീഅമിനേറ്റ് സൈറ്റോസിൻ ബട്ട് നോട്ട്, അത് സൈറ്റോസിനെ ഡീഅമിനേറ്റ് ചെയ്യും ഇത് ബൈസൾഫൈഡ് എന്ന് പറയുന്നത്, പക്ഷേ 5-methyl സൈറ്റോസിനെ എന്ത് ചെയ്യില്ല,
ഡീഅമിനേറ്റ് ചെയ്യില്ല. അപ്പോൾ സ്പോണ്ടേനിയസ് ഡീഅമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ഓഫ് സൈറ്റോസിൻ ഇൻ ടു യുറാസിൽ റിലീസിങ് അമോണിയ ഇൻ ദിസ് പ്രോസസ്. ഇനി spontaneous deamination of 5-methyl cytosine results in thymine and ammonia. 5-methyl cytosine സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡിയാമിനേഷൻ നടക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? തൈമിനും അമോണിയ ആയിട്ട് മാറും. വിച്ച് ഈസ് അതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സിംഗിൾ ന്യൂക്ലിയോടൈഡ് മ്യൂട്ടേഷൻ ആയിട്ട് കാണുന്നതാണ് 5-methyl cytosine സ്പോണ്ടേനിയസ് ഡിയാമിനേഷൻ നടന്നിട്ട് തൈമിനും അമോണിയ ആയിട്ട് മാറും. ഡിയാമിനേഷൻ ഓഫ് ഗ്വാനിൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സാന്തിൻ. ഗ്വാനിൻ ഡിയാമിനേഷൻ നടന്ന സാന്തിൻ ഉണ്ടാവും. സാന്തിൻ പിന്നീട് എന്നിരുന്നാൽ പോലും സാന്തിൻ സ്റ്റിൽ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ. ദെൻ ഡിയാമിനേഷൻ ഓഫ് അഡനിൻ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹൈപ്പോസാന്തിൻ. അഡനിൻ്റെ ഡിയാമിനേഷൻ നടന്ന ഹൈപ്പോസാന്തിൻ ഉണ്ടാവും. ദറ്റ് ഇസ് ഇമൈൻ ടോട്ടോമർ സെലക്റ്റീവ്ലി ബേസ് പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ. തൈമിന് പകരം സൈറ്റോസിനുമായിട്ടായിരിക്കും ഹൈപ്പോസാന്തിൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അഡനിൻ ഡിയാമിനേഷൻ നടന്ന് ഹൈപ്പോസാന്തിൻ ആവുന്നു. ആൻഡ് ഗ്വാനിൻ ഡിയാമിനേഷൻ നടന്ന് സാന്തിൻ ആവുന്നു. സൈറ്റോസിൻ യുറാസിലായിട്ട് മാറുന്നു. യുറാസിലിന് എന്തില്ല? ഡിയാമിനേഷൻ നടക്കുന്നില്ല. ഇനി ഡീപ്യൂരിനേഷൻ. ഡീപ്യൂരിനേഷൻ is a chemical reaction of purine deoxyribonucleotides, deoxyadenosine, deoxyguanosine and ribonucleosides, in which അതിൽ ബീറ്റ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത് എന്താകുന്നു? in which അത് releasing a nucleic base adenine or guanine and 2' deoxyribose 2-deoxyribose and ribose sugar. അതായത് മെയിൻലി ഇത്രയേ ഉള്ളൂ. ഡീപ്യൂരിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് പ്യൂരിൻ ബേസസ്. പ്യൂരിൻ ബേസസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ട്രക്ചറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? അപ്യൂരിനിക് ആയിട്ടുള്ള സൈറ്റ് ഉണ്ടാവും. ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് അപ്യൂരിനിക് സൈറ്റ്സ് ആൻഡ് റിസൾട്ട് ഇൻ ഓൾട്ടർനേഷൻ ഓഫ് ദി സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ ഓൾറെഡി സ്ട്രക്ചർ ഓൾട്ടർനേറ്റ് ചെയ്യും. ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ക്യാൻസർ ഇനീഷ്യേഷൻ. ഡീപിരമിഡിനേഷൻ എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് കെമിക്കൽ ബോണ്ട് ലിങ്കിങ് എ പിരമിഡിൻ സൈറ്റോസിൻ അല്ലെങ്കിൽ തൈമിൻ. അതായത് ഇത്രയേ ഉള്ളൂ. ഡീപിരമിഡിനേഷൻ എന്ന് പറയുമ്പോൾ പിരമിഡിൻ മോളിക്യൂൾസിൻ്റെ റിമൂവലാണിത്. കെമിക്കൽ ബോണ്ടിങ് പിരമിഡിനുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള കെമിക്കൽ ബോണ്ട്സ്, ഡിയോക്സി റൈബോസ് ഷുഗറും പിരമിഡിനായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ക്ലീവഡ് ആവുകയും ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് അറ്റ് എ ലോവർ റേറ്റ് കമ്പയർഡ് ടു ഡീപ്യൂരിനേഷൻ. ഡീപ്യൂരിനേഷനേക്കാളും വളരെ കുറഞ്ഞ ഒരു റേറ്റിലാണ് ഈ ഡീപിരമിഡിനേഷൻ നടക്കുന്നത്. ഏറ്റവും കൂടുതലായി നടക്കുന്നത് ഡീപ്യൂരിനേഷൻ തന്നെയാണ്. വിത്ത് ഓൺലി 500 സൈറ്റോസിൻ ആൻഡ് തൈമിൻ ബേസസ് ലോസ്റ്റ് പെർ സെൽ പെർ ഡേ ഇൻ എ ടിപ്പിക്കൽ മെമ്മേലിയൻ സെൽ. സോ അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിയാമിനേഷൻ സൈറ്റോസിൻ യുറാസിലായിട്ട് മാറുന്നു. ആൻഡ് അഡനിൻ ഡിയാമിനേഷൻ നടന്നിട്ട് ഹൈപ്പോസാന്തിനായിട്ട് മാറുന്നു. ഇനി ഡീപ്യൂരിനേഷനും കൊടുത്തിട്ടുണ്ട്. പ്യൂരിനും ഷുഗർ ഡിയോക്സിറൈബോസ് ഷുഗറും ആയിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് ഡീപ്യൂരിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ബൈ ഹൈഡ്രോളിസിസ്. ഇനി അടുത്തത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ മ്യൂട്ടേഷൻസ് കോസ്ഡ് ബൈ ഓക്സിഡേറ്റീവ് DNA ഡാമേജ് മേ കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ഡിസീസ്. അതായത് DNA എന്ത് നടക്കുക? ഓക്സിഡേഷൻ നടക്കുക. ഓക്സിഡേഷൻ ഓഫ് ഗ്വാനിനുമായിട്ട് എന്ത് ചെയ്ത് നടക്കുന്നു? ഓക്സിഡേഷൻ നടന്നിട്ട് ഓക്സോഗ്വാനിൻ ഉണ്ടാവുന്നു. ഇറ്റ്സ് ഹൈലി മ്യൂട്ടാജനിക് ബിക്കോസ് ഇറ്റ് ക്യാൻ ബി പെയർഡ് വിത്ത് ഇത് അഡനിനുമായിട്ടും അല്ലെങ്കിൽ സൈറ്റോസിനുമായിട്ടും ആസ് വെൽ ആസ് സൈറ്റോസിനേക്കാളും എന്താണ് അഡനിനുമായിട്ട് ആർക്ക് പെയർ ചെയ്യാൻ പറ്റും? ഓക്സോജിക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് പെയർ വിത്ത് അഡനിനുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ റെപ്ലിക്കേഷൻ്റെ ടൈമിൽ ഒരു അതായത് ഗ്വാനിൻ സൈറ്റോസിൻ ഫോം ചെയ്യേണ്ടതിന് പകരം അവിടെ തൈമിൻ അഡനിൻ ആയിരിക്കും. തൈമിൻ അഡനിൻ ട്രാൻസ്ലേഷൻ കോസ് ക്യാൻസർ.
cellular DNA is damaged by oxygen-free radicals generated during cellular respiration. Cellular respiration-ലോ അല്ലെങ്കിൽ cellular injury-ലോ phagocytosis-ലോ ഒക്കെ ഉണ്ടാവുന്ന ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് എന്ത് കോസ് ചെയ്യുന്നുണ്ട്? സെല്ലുലാർ DNA ഡാമേജ് കോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സ്പോഷർ ടു എൻവയോൺമെന്റൽ ഓക്സിഡൻസ്, എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഓക്സിഡൻസും വരികയാണ്. ദ റിസൾട്ടിംഗ് ഡാമേജ് ടു DNA bases may be a significant source of mutation, leads to cancer and other diseases. Because of the multiplicity of DNA modifications produced by oxygen-free radicals, it has been difficult to establish the frequency and specificity of mutations in the injured by individual oxygen-induced DNA lesions. മെജോറിറ്റി DNA മോഡിഫിക്കേഷൻസിന് മൾട്ടിപ്ലിസിറ്റി ഉണ്ടാവാനുള്ള കാരണം ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ എന്താണ് ഫ്രീക്വൻസി അവരുടെ സ്പെസിഫിസിറ്റി മ്യൂട്ടേഷൻ്റെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബൾക്കി അഡക്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ദിസ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ കോവാലന്റ് ബോണ്ടിങ് ഓഫ് ലാർജ് സൈസ്ഡ് കെമിക്കൽ കാർസിനോജൻസ്. കെമിക്കൽ കോവാലൻ്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ കാർസിനോജൻസ് കാരണമാണ് അവിടെ ഉണ്ടാകുന്നത്. ആൻഡ് മെയിൻലി ഇറ്റ്സ് മെയിൻ സോഴ്സസ് ഹെവി സിഗരറ്റ് ആൻഡ് സ്മോക്കിംഗ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ബൾക്കി അഡക്റ്റ് ഫോർമേഷൻ നടക്കും. അത്തരത്തിലുള്ള അഡക്റ്റുകളാണ് എന്ത് അരിസ്റ്റോലാക്ടം 1DA അഡക്റ്റ്, ബെൻസോ അപ്പാരൻ, ഡൈഓൾ എപ്പോക്സൈഡ് DG അഡക്റ്റ് ഒക്കെ. ഇനി അതിൻ്റെ അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ആൽക്കൈലേഷൻ ഓഫ് ബേസസ് ക്യാൻ ഹാപ്പൻ. മോസ്റ്റ്ലി മെത്തിലേഷൻ ആണ്. അതായത് എന്താണെന്ന് വെച്ചാൽ മെത്തിലേഷൻ, മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് വരിക. അപ്പോൾ അവിടെ നിന്ന് നടക്കും 1 മീഥൈൽ അഡനിൻ, 7 മീഥൈൽ ഗ്വാനിൻ. അങ്ങനെ സ്ട്രക്ചർ മീഥൈൽ ഗ്വാനിനിലും ബേസിലൊക്കെ മീഥൈൽ ആഡ് ചെയ്ത് വരുമ്പോൾ, അഡനിൻ ആഡ് ചെയ്ത് വരുമ്പോൾ അതിലൊരു സ്ട്രക്ചർ വ്യത്യാസം വരും. ഇതൊക്കെയാണ് മെയിൻലി DNA ഡാമേജ് ആയിട്ട് വരുന്നത്. ഇനി മിസ്മാച്ച് ഓഫ് ബേസസ് ഡ്യൂ ടു എറേഴ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷനിൽ വരുന്ന എറർ. അപ്പോൾ ബേസസിൻ്റെ മിസ്മാച്ച് ഇൻ വിച്ച് ദ റോങ് DNA ബേസസ് സ്റ്റിച്ച്ഡ് ഇൻ ടു എ പ്ലേസ് ഇൻ എ ന്യൂലി ഫോമിങ് DNA സ്ട്രാൻഡ്. പുതിയതായിട്ടുണ്ടാവുന്ന സ്ട്രാൻഡിലേക്ക് റോങ് ആയിട്ടുള്ളൊരു DNA ബേസ് ആയിരിക്കും എന്തായിട്ടുണ്ടാവുക, പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക എങ്കിൽ, or a DNA base is skipped over for mistakenly inserted. അറിയാതെ എങ്ങനെയും വന്നിട്ടുണ്ടാവാം എന്നുള്ള അത്തരത്തിലുള്ള എറേഴ്സും എന്തിന് കാരണമാകുന്നുണ്ട്? DNA ഡാമേജിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 5 റീസൺ എന്തൊക്കെയാണ്? ബൈ ഹൈഡ്രോളിസിസ്, ബൈ ഓക്സിഡേഷൻ, ദെൻ ബൾക്കി അഡക്റ്റ് ഫോർമേഷൻ, ആൽക്കൈലേഷൻ ഓഫ് ബേസസ്, മിസ്മാച്ച് ഓഫ് ബേസസ് ഡ്യൂ ടു എറേഴ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സ്ട്രക്ചേഴ്സാണ് ആൽക്കൈലേഷൻ നടക്കുന്നത് ഗ്വാനിൻ സൈറ്റോസിനിൽ നടന്നിട്ട് എന്താവുന്നു? മീഥൈൽ ഗ്വാനിനായിട്ട് മാറുന്നു. ഗ്വാനിൻ സ്ട്രക്ചറിൽ ഈ ഒരു ഹൈഡ്രജൻ പകരം അവിടെ എന്താണ് റിപ്ലേസ് ചെയ്യുന്നത്? അവിടെ മെത്തിലേഷൻ നടക്കുന്നു. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. ദെൻ സൈറ്റോസിൻ എന്തായി മാറും? തൈമിനായിട്ടും മാറും. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ വരുന്നത് ഒരു സ്ട്രക്ചർ ഡിഫറൻസ്. ഇത് റെപ്ലിക്കേഷൻ എറർ വരുന്നത് എങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞു. റെപ്ലിക്കേഷൻ എറർ ഉണ്ടാകുന്നത് അത് മിസ്മാച്ച് പെയർ പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു സ്ട്രക്ചറാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിൽ അഡനിൻ ഗ്വാനിൻ സ്ട്രക്ചർ വന്നല്ലോ. അഡനിൻ തൈമിൻ ആണല്ലോ. ഇതിലൊരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അഡനിൻ ഗ്വാനിൻ വന്നു. അഡനിൻ ഗ്വാനിൻ അതല്ല, സൈറ്റോസിൻ ഗ്വാനിൻ, ഗ്വാനിൻ സൈറ്റോസിൻ, അഡനിൻ തൈമിൻ, ഈ ഒരു സ്ട്രക്ചർ വരുന്നു. അതിലേക്ക് എന്ത് നടക്കുന്നു? ഫസ്റ്റ് റൗണ്ട് റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ മിസ് ഇൻകോപ്പറേഷൻ നടക്കാം. അതായത് അഡനിൻ ഗ്വാനിനായിട്ട് മാറാം. അതിന് റിപ്പയർ മെക്കാനിസത്തിലൂടെയാണ് മിസ്മാച്ച് റിപ്പയർ നടന്നിട്ടാണ് കറക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നത്. ഇനി DNA അഡക്ട്സ് എന്ന് പറയുന്നത് മെറ്റബോളിക് ബയോ അഡക്റ്റ് ഫോമിങ് ബയോ ആക്ടിവേഷൻ ഓഫ് അഡക്റ്റ് ഫോമിങ് ക്യാൻസറിനസ് കോമ്പൗണ്ട്സ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എക്സോജീനസ് ഏജൻസ് എന്ന് പറയുന്നത് മെയിൻലി ദ DNA ഡാമേജ് കോസ്ഡ് ബൈ ഓക്സിജൻ ആസ് ഏജൻസ് കംസ് ഇൻ മെനി ഫോംസ്. ഒരുപാട് ഫോംസിൽ വരുന്നുണ്ട് ഓക്സിജൻ ആയിട്ടുള്ള. അപ്പോൾ അതിൽ മെയിൻലി എക്സോജീനസ് എന്ന് പറയുമ്പോൾ സെല്ലിൽ നിന്നല്ലാതെ പുറത്ത് എക്സ്റ്റേണൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്നതാണ് എക്സോജീനസ് ഏജൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് UV ലൈറ്റ്. UV ലൈറ്റ് കോസസ് ക്രോസ് ലിങ്കിങ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സൈറ്റോസിൻ ആൻഡ് തൈമിൻ ബേസസ്. സൈറ്റോസിനും തൈമിനും തമ്മിലുള്ള ബേസസ് ക്രിയേറ്റിംഗ് പിരമിഡിൻ ഡൈമർ ഉണ്ടാവും. പിരമിഡിൻ ഡൈമർ ഏതൊക്കെയാണ്? ക്രോസ് അഡ്ജസൻ്റ് ആയിട്ടുള്ള തൊട്ടടുത്തടുത്ത് കിടക്കുന്ന സൈറ്റോസിനും തൈമിനും തമ്മിലുള്ള ക്രോസ് ലിങ്കിങ് നടന്ന് ഒരു പിരമിഡിൻ ഡൈമർ ആയിട്ട് ഫോം ചെയ്യുന്നു. അതിനെയാണ് ഡയറക്റ്റ് DNA ഡാമേജ് എന്ന് പറയുന്നത്. ഇനി UVA ലൈറ്റ്
creates mostly free radicals. The damage caused by free radicals is called indirect DNA damage. അപ്പോൾ മോസ്റ്റ്ലി അവരെന്താ യു വി എ ലൈറ്റ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഫ്രീ റാഡിക്കൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഇൻഡയറക്ട്ലി പോയിട്ടായിരിക്കും ഡി എൻ എ ഡാമേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ഡി എൻ എ ഡാമേജ്. നമ്മൾ ഡയറക്റ്റ് ഡി എൻ എ ഡാമേജ് പറഞ്ഞതിൽ യു വി ലൈറ്റ്, അത് യു വി ബി ലൈറ്റാണ് ക്രോസ് ലിങ്കിങ് നടത്തുന്നത്. ഇനി അയോണൈസിങ് റേഡിയേഷൻ സച്ച് ആസ് ദാറ്റ് ക്രിയേറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് ഡിക്കേ അല്ലെങ്കിൽ കോസ്മിക് റേസ് കോസസ് ബ്രേക്സ് ഇൻ ഡി എൻ എ സ്ട്രാൻഡ്സ്. ഇന്റർമീഡിയറ്റ് level ionizing radiation may induce irreparable DNA damage leading to premature aging and cancer. അയോണൈസിങ് റേഡിയേഷൻസ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഡികെ കൊണ്ട് അല്ലെങ്കിൽ കോസ്മിക് റേസോ കൊണ്ട് അയോണൈസിങ് റേഡിയേഷൻസ് ഒക്കെ ഒന്നില്ലെങ്കിൽ ഏജിങ് പെട്ടെന്ന് തന്നെ ഏജിങ് ആവുക അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ നാലാമത്തേന്ന് പറയുന്നത് തെർമൽ ഡിസ്ട്രക്ഷൻ അറ്റ് എലവേറ്റഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഡിപ്യൂരിനേഷൻ. ഡിപ്യൂരിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് തെർമൽ ഒരുപാട് ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്ത് നടക്കുന്നുണ്ട്, സിംഗിൾ സ്ട്രാൻഡഡ് ബ്രേക്സ് നടക്കുന്നുണ്ട്, ഡിപ്യൂരിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സ്ട്രക്ചർ ആവും. കൂടുതൽ ടെമ്പറേച്ചർ വരുമ്പോൾ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് എൻവയോൺമെൻറ്റൽ കെമിക്കൽസ് സച്ച് ആസ് പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്, സ്മോക്ക്, സ്വീറ്റ്, ടാറിലൊക്കെ ഉള്ള നമ്മുടെ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആൻഡ് ഹ്യൂജ് ഡൈവേഴ്സിറ്റി ഓഫ് ഡി എൻ എ അഡക്റ്റ് എത്തനോ ബേസസ്, ഓക്സിഡൈസ്ഡ് ബേസസ്, ആൽക്കലൈറ്റഡ് ആയിട്ടുള്ള ഫോസ്ഫോഡൈസ്റ്റേഴ്സ് ആൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ക്രോസ് ലിങ്കിങ് നടക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ട്രക്ചറിനെ കെമിക്കൽസ് ആയിട്ട് ഡി എൻ എയുടെ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതർ റേഡിയേഷൻ ഫ്രീക്വൻസീസ് ഇൻക്ലൂഡിങ് എക്സ്റേസ് ആൻഡ് ഗാമ റേസ്. ചില പ്ലാന്റ് ടോക്സിൻ അടക്കം നമ്മുടെ എന്ത് നടക്കുന്നുണ്ട്, നമ്മുടെ ഡി എൻ എയുടെ സ്ട്രക്ചറിൽ ഡിഫറൻസ് വരുത്തുന്ന ചില പ്ലാന്റ് ടോക്സിൻസ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഡിപ്യൂറിനേഷൻ can occur due to thermal disruption at high temperatures. അത് നമ്മൾ പറഞ്ഞു ഓൾറെഡി, സിംഗിൾ സ്ട്രാൻഡഡ് ബ്രേക്സ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ദെൻ ഡി എൻ എ ഡാമേജും ടീലോമിയറും. ടീലോമിയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെൽ കൺസേർവ്ഡ് ന്യൂക്ലിയർ പ്രോട്ടീൻ സ്ട്രക്ചർ ഫൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ലീനിയർ ക്രോമസോംസ്. ലീനിയർ ക്രോമസോംസിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന വെൽ കൺസേർവ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ പ്രോട്ടീനാണ് എന്ത് ടീലോമിയർ എന്ന് പറയുന്നത്. നോർമൽ ക്രോമസോം എൻഡ്സ് ഫ്രം ഡബിൾ സ്ട്രാൻഡഡ് ബേസ് പെയേഴ്സ്. ടെലോമറസ് ജീൻ കൺസിസ്റ്റ് ഓഫ് അതിൽ എന്തൊക്കെയുണ്ട്, ടാൻഡം റിപ്പീറ്റേറ്റീവ് ഡി എൻ എ ഉണ്ട്, വേർ ദ ജി റിച്ച് സ്ട്രെയിൻ ബൗണ്ട് ബൈ ഷെൽട്ടറിങ് പ്രോട്ടീൻ ബിയോണ്ട് ദ കോംപ്ലിമെൻ്ററി ൻ്റെ ഒരു സ്ട്രക്ചറാണ് പറയുന്നത്. ടെലോമറസ് ജീനിൽ എന്തൊക്കെയുണ്ട്, ഒരു ടാൻഡം റിപ്പീറ്റേറ്റീവ് ഡി എൻ എ ഉണ്ട്, അതിൽ എന്തുണ്ട്, ദാറ്റ് ഈസ് ജി റിച്ച് സ്ട്രെയിൻ bounded by sheltering protein POT1. Protection of telomere is 1 and extends beyond the complementary C-rich strand and invades into double-stranded telomeric DNA. T-loop thus generated complex with other sheltering proteins such as TRF1, TRF2 എന്ന് പറയുന്ന telomeric repeat binding factor ആണ്, and TIN2 that is the TRF interacting protein 2, the transcriptional repressor or activator protein RAP1 and the TPP1 which prevent the chromosomal ends from being recognized as DNA damage. Telomeric DNA എന്ന് പറയുന്നത് is replicated and maintained by a specialized ribonucleoprotein complex telomerase which is positive regulator of telomere length ന്റെ ഒരു പോസിറ്റീവ് റെഗുലേറ്റർ ആണ് telomerase എന്ന് പറയുന്നത്. ടെലോമെറിക് ഡി എൻ എയെ റിപ്ലിക്കേറ്റ് ചെയ്യുന്നതിനും അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഒരു ടെലോമറൈസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പോസിറ്റീവ് റെഗുലേറ്റർ ഓഫ് ടെലോമിയർ ലെങ്ത്. ടെലോമിയർ ബ്രേക്ക് ഡൗൺസ് ആൻഡ് ടെലോമിയർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു ആൻഡ് ബിഗിൻസ് ടു ഷോർട്ടൺ ആവുന്നൊരു കണ്ടീഷൻ. അവർ ഒരുപാട് ഷോർട്ടൺ ഇനഫ് ആയാൽ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ഡി എൻ എ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ദ ഡി എൻ എ ബിക്കംസ് അങ്ങനെ ഡി എൻ എ നോൺ ഫങ്ഷണൽ ആവുകയും സെല്ല് ഡൈ ആവുകയും മോർ പ്രിസൈസ്ലി ഇറ്റ് ബിക്കംസ് ഇനാക്റ്റീവ്. അപ്പോൾ ഏതൊരു ഡി എൻ എ എടുത്താലും അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിൽ ടെലോമിയർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടെലോമിയറിൽ ഉള്ള ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അവർ ഷോർട്ടൺ ആവുന്നത് ഇത്തരത്തിലുള്ള ഒരു മെക്കാനിസം കൊണ്ടാണ്. നമ്മളവിടെ പറഞ്ഞല്ലോ ബൈൻഡിങ് ഫാക്ടേഴ്സ് ഒക്കെ കൊണ്ടാണ്. ടെലോമറൈസ് ലെങ്തൻസ് ദ ഷോർട്ട് ടെലോമിയേഴ്സ് വിച്ച് റിബ്യൂൾസ് ദ പൊട്ടൻഷ്യൽ ടു മേക്ക് ഡി എൻ എ സ്റ്റേ ആക്റ്റീവ്. ടെലോമറൈസ് എന്താ ചെയ്യുന്നത്, ഈ ഷോർട്ട് ടെലോമിയേഴ്സിനെ ലെങ്തൻ ചെയ്യുന്നു, അത് പൊട്ടൻഷ്യലി റീബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ആയി വെക്കുകയാണ് ഡി എൻ എ ചെയ്യുന്നത്. ഇതാണ് മെയിൻലി ടെലോമർ തമ്മിലുള്ള വ്യത്യാസം. സോ അപ്പോൾ ഈ ഒരു ടെലോമറൈസ് എൻസൈമാണ് ടെലോമിയേഴ്സ് ആണ് അവിടെ ഡി എൻ എ ആക്റ്റീവായിട്ട് വെക്കാൻ
അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ DNA ഡാമേജിൻ്റെ ഒരു ഇതാണ്, അതായത് അക്യുമുലേഷൻ ഓഫ് DNA ഡാമേജ് വന്നു കഴിയുമ്പോൾ അത് മ്യൂട്ടേജനിക് ലെഷൻസ് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവാം, സെല്ലുലാർ ഫങ്ഷൻസിന് ഡിഫക്ട്സ് ഉണ്ടാവാം, സെൽ ഡെത്ത് അല്ലെങ്കിൽ സെനസൻസ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു ഏജിങ്. ഏജിങ് എന്താണക്കം ഡിക്ലൈൻ ഓഫ് എഫിഷ്യൻസി ആൻഡ് അക്യുറസി ഓഫ് DNA റിപ്പയർ. അങ്ങനെ DNA റിപ്പയർ മെക്കാനിസം വരും. അങ്ങനെ ഒരുപാട് സോഴ്സസ് നമ്മൾ പറയുന്നുണ്ട്, എക്സോജിനസ് സോഴ്സസും എൻഡോജിനസ് സോഴ്സസും. അപ്പോൾ ഇത്രയാണ് ഒരു DNA ഡാമേജ് എന്ന് പറയുമ്പോൾ വരുന്നത്. അപ്പോൾ DNA നമ്മളിപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ DNA എന്ന് പറയുന്നത് മെയിൻലി DNA ഡാമേജ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ളത്, എൻഡോജീനസും എക്സോജീനസും. എൻഡോജീനസ് ഏജൻസിൽ പറയുന്നത് ഹൈഡ്രോളിസേഷൻ, ഹൈഡ്രോളിസിസ് വഴി, പിന്നെ ഓക്സിഡേഷൻ വഴി, ആൻഡ് ബൾക്കി അഡക്ട് ഫോർമേഷൻ, മിസ്മാച്ച്, ബേസ് പെയർ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇനി എക്സോജീനസ് കേസിലാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കെമിക്കൽസ്, UV ലൈറ്റ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്, ഗാമ റേസ്, എക്സ്റേസ്, ഗാമ റേസ്, തെർമൽ ഡിസ്ട്രപ്ഷൻ, അതായത് ഒരുപാട് ഹൈ ടെമ്പറേച്ചറൊക്കെ ആകുമ്പോൾ അത് മെയിൻലി തെർമൽ ഡിസ്ട്രപ്ഷൻ നടക്കുന്നത് നമ്മുടെ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രോലിറ്റിക് ഡീപ്യൂറിനേഷൻ ഇസ് സീൻ ഇൻ ദ തെർമോഫൈലിക് ബാക്ടീരിയയിൽ ഇത്തരത്തിലുള്ളൊരു ഹൈഡ്രോലിറ്റിക് ഡീപ്യൂറിനേഷൻ കാണുന്നുണ്ട്. ഹോട്ട് സ്പ്രിങ്സ് 40 അവർ ശരിക്കും ഹൈ ടെമ്പറേച്ചറിലാണ് ജീവിക്കുന്നത്, 40 to 80 ഡിഗ്രി സെൽഷ്യസോളമാണ് അവർ ജീവിക്കുന്നത്. സോ അത്തരത്തിലുള്ള തെർമോഫിലിക് ബാക്ടീരിയകളിലൊക്കെ ഈ ഒരു ഡിപ്യൂറിനേഷൻ, ഹൈഡ്രോലിറ്റിക് ഡിപ്യൂറിനേഷൻ കാണുന്നുണ്ട്. അങ്ങനെ ദെൻ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആയിട്ടുള്ള വിനൈൽ ക്ലോറൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, അങ്ങനെയുള്ള ഒരുപാട് മെറ്റീരിയൽസ് ആണ് ഇൻ ദ DNA ഡാമേജ് നടക്കുന്നത്. ആൻഡ് DNA ഡാമേജും ടിലോമിയറും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനും നമ്മളിവിടെ പറഞ്ഞു. അതിങ്ങനെ ഏജിങ്ങിനാവുന്നു. അപ്പോൾ ടിലോമിയറിൻ്റെ ലെങ്ത്ത് കുറയും തോറും അവിടെ എന്ത് വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഏജിങ്. ഒരു സെല്ല് നശിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നശിക്കുന്ന ഒരു സെല്ലിനെ ടിലോമറേസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആക്ടിവിറ്റി കൊണ്ട് ആ ഒരു ടിലോമിയറിൻ്റെ സ്ട്രക്ചറിന് ലെങ്ത്ത് കൂട്ടുന്നു. അങ്ങനെ ആ ഒരു ഒരു DNA ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഇരിക്കുന്നു. ഇതാണ് മെയിൻലി പറയുന്നത്. സോ താങ്ക് യു.